നമസ്കാരം. ഗാർഡനിക്ക ഹോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കഴുതുരുട്ടി എന്ന് പറയും. നമ്മൾ തെന്മലയ്ക്കും അരിങ്കാവിനും ഇടയ്ക്കുള്ളൊരു സ്ഥലം. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുനലൂരേക്ക് പോവുകയാണ്. ഇതൊക്കെ പുതിയ ബ്രിഡ്ജാണ്. നമ്മൾ പത്തനാപുരത്ത് നിന്ന് വരുന്ന വഴിയാണിത്. റോഡ് പണിയെല്ലാം കഴിഞ്ഞ് റോഡെല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഇത് എൻ്റെ സ്വന്തം നാടായ പുനലൂരാണ്, തൂക്കുപാലത്തിൻ്റെ നാട്ടിൽ. നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്നത് തൂക്കുപാലമാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉള്ളതാണ് ഈ തൂക്കുപാലം. തൂക്കുപാലത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനോട് ചേർന്ന് ഒരു ബ്രിഡ്ജുണ്ട്. പണ്ട് കാലങ്ങളിൽ വാഹനങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായി ഈ ഒരു തൂക്കുപാലത്തിൽ കൂടി. അതിന് ശേഷമാണ് ഈ ഒരു ബ്രിഡ്ജ് വന്നത്. ഞാനിപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടിയാണ് ഡ്രൈവ് ചെയ്ത് വന്നത്. കല്ലടയാറിൻ്റെ മുകളിലാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. തൂക്കുപാലത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് KSRTC ബസ് സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നത്. ഈ തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ഈ റോഡ് ഒരു ശിവൻ കോവിലുണ്ട്, അവിടെ ചെന്നാണ് അവസാനിക്കുന്നത്. പണ്ടേ ഈ റോഡിന് ഇത്രയും വീതിയും ഇതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ അത് 2 ലെയിനായിട്ടുണ്ട്. റോഡെല്ലാം നല്ല മനോഹരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇത് മൂർത്തിക്കാവെന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇവിടെ ചെറിയൊരു കാവുണ്ട്. ഈ ഒരു ഓവർ ബ്രിഡ്ജ് കണ്ടില്ലേ, ഇത് മീറ്റർ ഗേജ് റെയിൽവേ റൂട്ടാണത്. നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോകുന്നത് ഇതുവഴി ശിവകാശി, ചെങ്കോട്ട അങ്ങനെ. ഞാൻ പഠിക്കുന്ന സമയത്ത് കൂടുതലും ഈ റൂട്ടിൽ കൂടിയല്ല പോകാറുള്ളത്. എൻ്റെ വീടിൻ്റെ ഇരുവശത്തും നമുക്ക് പോകാൻ പറ്റും. അതിൻ്റെ ഒരു വശത്തൂടെയാണ് ഇപ്പം നമ്മൾ ചെന്ന് കയറുന്നത്. മറുവശത്തൂടെയാണ് ഞങ്ങളുടെ സ്കൂള്, കോളേജ് ആ വഴി പോകാനുള്ളത്. മാർക്കറ്റ്, റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോകാനുള്ള സൗകര്യം മറുവശത്തൂടെയാണ്. നല്ല വീതിയുള്ള റോഡാണ് ഇവിടെ ഉള്ളത്. ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തുള്ള റോഡൊന്നും ഇത്രയും വീതിയില്ല. കണ്ടില്ലേ, ഈ റോഡ് 2 ലെയിനാണ്. മിക്കവാറും വാഹനങ്ങളായിരിക്കും ഈ റോഡിൽ. കൂടുതലും അമ്പലത്തിലേക്ക് പോകാൻ വരുന്നവരായിരിക്കും. നമുക്കിനി കുറച്ചും കൂടി സ്ട്രെയിറ്റ് ചെന്നിട്ട് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുക. ആ കാണുന്ന ഇതാണ് എൻ്റെ വീട്. ബ്ലാക്കും ബ്ലൂവും കൂടെ ചേർന്നുള്ള പെയിൻറ്റ്. അതാണ് നേരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ സ്കൂൾ, കോളേജിലോട്ടൊക്കെ പോകുന്ന വഴി. നമുക്ക് ഈ 2 വശത്തൂടെയും നമുക്ക് ടൗണിൽ ചെല്ലാവുന്നതാണ്. ഒരു കയറ്റമുണ്ട് വീട്ടിലോട്ടുള്ളത്. അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ താഴെ ഫുള്ള് പാടങ്ങളായിരുന്നു. ഇതുപോലെ വീടൊന്നുമില്ല. ഫുള്ള് നല്ല നെൽപ്പാടമായിരുന്നു. പിന്നീട് അത് മണ്ണൊക്കെ നികത്തി ഗ്രൗണ്ട് പോലെയായി. കുറച്ചും കൂടെ കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു 10 വർഷം അത്രയൊക്കെ ആവുന്നുള്ളൂ വീടുകൾ വന്നിട്ട്. അത്ര ആയോന്ന് എനിക്കറിയില്ല. ഈ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഗ്രൗണ്ട് കൂടാതെ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ വലിയൊരു ഗ്രൗണ്ടുണ്ട്. അവിടെയാണ് 2 വീലറിൻ്റെയും 4 വീലറിൻ്റെയും എല്ലാം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. ശിവൻ കോവിലിൽ ഈ വഴിയും പോകാം. ആ കാണുന്ന ആല് അമ്പലത്തിൻ്റെതാണ്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ 2 വലിയ മാവുണ്ടായിരുന്നു. അത് ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 50 വർഷത്തിൽ കൂടുതൽ പ്രായം കാണും ആ മാവിന്. പിന്നെ ഈ ഇലക്ട്രിക് ലൈൻ ഉള്ള കാരണം അതിൽ മുട്ടുന്നത് കൊണ്ട് മാവ് മുറിച്ച് കളഞ്ഞു. ഇപ്പം നല്ല വെയിലാണ് ഇവിടെ. നേരത്തെ നല്ല തണലായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നെ എൻ്റെ വാപ്പച്ച ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ തെന്മല ആ റൂട്ടിൽ കൊണ്ടുപോയി.
തെന്മല, ആര്യങ്കാവ്, പാലരുവി ആ റൂട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മൂന്നാറിലൊക്കെ പോകുന്ന ആ ഒരു റോഡിൻ്റെ വളവും ഒക്കെ അതുപോലെ തന്നെയാണ്. ഇച്ചിരി ടഫാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ഫുള്ള് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കയറ്റി വരുന്ന ലോറികളാണ് ഫുള്ള്. ഇത് 13 കണ്ണറ പാലം എന്ന് പറയും. ആ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഫ്രണ്ടിലെ ഒരു വ്യൂ ആണ് നമ്മൾ ഈ ഒരു തടാകം പോലെ കാണുന്നത്. ഇത് കഴുതുരുട്ടിയാണ് സ്ഥലം. ഇത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഉള്ളതാണ്. നമ്മൾ ഇവിടുത്തെ ഒരു ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്ര മനോഹരമാണ്. ഇത് 13 ആർക്ക് ബ്രിഡ്ജ് എന്ന് പറയും. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് മീറ്റർ ഗേജ് റെയിൽവേ റൂട്ട്. ഇത് കൊല്ലത്ത് നിന്ന് ചെങ്കോട്ട റെയിൽവേ ആ ഒരു റൂട്ടാണിത്. ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുള്ളപ്പോഴേ അവർ പണിതീർത്തതാണ്. കൊല്ലത്ത് നിന്നും മദ്രാസിലോട്ട്, അതായത് 1904 അവർ നിർമ്മിച്ചതാണിത്. ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാ അല്ലാഹ് നമസ്കാരം.